നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ബസ്സിൽ സൈഡ് സീറ്റിലിരുന്ന യാത്ര ചെയ്യുന്നതിനിടയിൽ വൈദ്യുത പോസ്റ്റിലിടിച്ച കൈയറ്റുപോയ യുവാവ്. ഈ വാർത്ത വലിയ രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ വാർത്തയ്ക്ക് ഇപ്പോൾ ആ യുവാവിന് ഒരു ആശ്വാസകരമായി ഒരു വിധി വന്നിരിക്കുകയാണ്. യുവാവിന് 1,40,34,550 രൂപ, അതിന്റെ 8% പലിശയും കോടതി ചെലവും നൽകാൻ വിധി വന്നിരിക്കുകയാണ്. വയനാട് MACT കോടതി ജഡ്ജി AV ഉണ്ണികൃഷ്ണനാണ് ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട അമ്പലവയൽ മാളിക കുന്നത്തോടി വീട്ടിൽ അസൈനാറിന്റെ മകൻ മുഹമ്മദ് അസ്ലം എന്ന 19 വയസ്സുകാരനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. 2023 ജനുവരി 17-നായിരുന്നു അപകടം. അമ്പലവയൽ മാളിക എന്ന സ്ഥലത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് KSRTC ബസിന്റെ ഇടതുഭാഗത്ത് സൈഡ് സീറ്റിലിരുന്ന ബത്തേരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു മുഹമ്മദ് അസ്ലം. ബസ് മംഗലം കാപ്പ് എത്തിയപ്പോൾ എതിരെ വന്ന വാഹനത്തിന്റെ ബസ് ഡ്രൈവർ സൈഡ് കൊടുത്തപ്പോൾ റോഡരികിലെ വൈദ്യുത കാലിൽ അസ്ലമിന്റെ ഇടതുകൈ ചേർത്ത് ഉരയുകയും കൈമുട്ടിന്റെ മുകളിൽ വെച്ച് അറ്റുപോവുകയുമായിരുന്നു. ഉടനെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും കൈ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞില്ല. ബത്തേരിയിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫാർമസി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം. തുടർന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിൽ ബത്തേരിയിലെ അഭിഭാഷകനായ TR ബാലകൃഷ്ണൻ മുഖേന വയനാട് MACT കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ബസ് ഇൻഷുർ ചെയ്തിട്ടില്ലാത്തതിനാൽ KSRTC ആണ് നഷ്ടപരിഹാര തുക ഹർജിക്കാരന് നൽകേണ്ടത്. സംഭവത്തെ തുടർന്ന് യുവാവിനുണ്ടായ മാനസിക ആഘാതവും പ്രായവും തുടർ വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് കോടതി വിധി പ്രഖ്യാപിച്ചതെന്ന് അഭിഭാഷകനായ TR ബാലകൃഷ്ണൻ പറയുന്നു. എന്തായാലും ഈ ഒരു തുക വലിയ തുക തന്നെയാണ്. ഇനി KSRTC ആയതുകൊണ്ട് കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇനി ഇഴച്ചിഴച്ച് കാലതാമസമൊക്കെ വരുത്തി ഇനി എങ്ങനെയായിരിക്കും നടപടികളെന്ന് അറിയില്ല. പക്ഷെ കോടതി കൃത്യമായാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. തീർച്ചയായും കൈ പുറത്തിട്ടിട്ടല്ല ആ കുട്ടിക്ക് ഇത് സംഭവിച്ചത്. ബസ്സിനകത്ത് തന്നെയാണ് കൈ ഉണ്ടായിരുന്നത്. പക്ഷേ ഉരഞ്ഞുകൊണ്ട് പോയതിനാലാണ് ആ കൈ അറ്റുപോയത് എന്നാണ് വിവരം. എന്തായാലും ഈ ഒരു വാർത്ത ആ കുട്ടിയുടെ വേദനയ്ക്ക് പകരമാകില്ല. പക്ഷെ കുട്ടി അനുഭവിച്ച വളരെ ദുർഘടമായിട്ടുള്ള ആ ഒരു അനുഭവം, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ ചികിത്സാ ചെലവൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഒരു ആശ്വാസം, തുടർ പഠനം, അതുപോലെ തന്നെ ഇനി കൃത്രിമ കൈ വെക്കണമെങ്കിൽ അങ്ങനെ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പണം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പലരും പറയുന്നത്.